ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, സോയിൽ അല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കഴിഞ്ഞ സെഷനിൽ എന്താണ് ടോട്ടൽ സ്ട്രെസ്, എന്താണ് എഫക്റ്റീവ് സ്ട്രെസ്, എന്താണ് പോർ വാട്ടർ പ്രഷർ, അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലെ? എന്തായിരുന്നു പറഞ്ഞത്? യെസ്, ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ആയിരുന്നു, എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഡാഷ് ആയിരുന്നു, ആൻഡ് പോർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ യു ആണ്. നമ്മുടെ ഡിസൈനിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മുഖ്യമായ പാരാമീറ്റർ എന്നാണ് യെസ്, എഫക്റ്റീവ് സ്ട്രെസ് ആണ്. ഇതാണ് സോയിലിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഡിസൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് റിലേഷൻ നമ്മൾ പറഞ്ഞത് ഇത്തരത്തിലായിരുന്നു. എന്താ റിലേഷൻ പറഞ്ഞത്? റിലേഷൻ പറഞ്ഞത് എന്തായിരുന്നു? സിഗ്മ ഡാഷ് ഡയറക്ട്ലി ഒരിക്കലും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. റീസൺ എന്താ നമുക്ക് കറക്റ്റ് അറിയാം. യെസ്, സിഗ്മ ഡാഷ് ഈസ് ഗിവൺ ബൈ സിഗ്മ മൈനസ് യു ആണ്. ടോട്ടൽ സ്ട്രെസ് നിങ്ങൾക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ പോർ വാട്ടർ പ്രഷറും നിങ്ങൾക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനത്തിൽ നിന്നും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനം കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു എന്ന് പറയുന്ന ഇക്വേഷൻ. ആൻഡ് ഓൾസോ നമുക്ക് അറിയാമായിരുന്നു സിഗ്മ ഇസ് ഗിവൺ ബൈ വാട്ട് എവർ ദ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ ഇൻടു കറസ്പോണ്ടിങ് ഡെപ്ത് ആണ്. ആൻഡ് ദ പോർ വാട്ടർ പ്രഷർ, വാട്ടർ ആണേ വാട്ടർ, അപ്പൊ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ വാട്ടർ വേണം ഇൻടു വാട്ട് എവർ ദ ഡെപ്ത് ഓഫ് ദ വാട്ടർ അവൈലബിൾ. ഓക്കെ, ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. അതായത് ലെറ്റ്സ് സേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സോയിൽ അവൈലബിൾ ആണ്. യെസ്, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ, അറിയാലോ. ഇതൊക്കെ കുറെ കാലമായിട്ട് വരയ്ക്കുന്നതാണ്. H1 എന്ന് പറയുന്ന ഡെപ്തിൽ നമുക്കൊരു സോയിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോയിൽ 1 എന്ന് പറയാം. അത് ഡ്രൈ കണ്ടീഷനിലാണുള്ളത്. ആൻഡ് ഇത്രയും ഡെപ്തിന് ശേഷം നമുക്ക് വാട്ടർ ടേബിൾ കാണാൻ പറ്റുന്നു. ഇതാ ഇത്രയും H1 എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിന് എത്രയോ താഴെ വാട്ടർ ടേബിൾ ഉണ്ട്. പിന്നീട് തീർച്ചയായിട്ടും അതിന്റെ അടിയിലേക്ക് കാണപ്പെടുന്ന സോയിലാണ് സോയിൽ 2 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നോക്കിയേ, ഇവിടെ വെള്ളം ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതായത് ഇവിടെയുള്ള സോയിൽ മൊത്തം എന്തായിരിക്കും? നനഞ്ഞിരിക്കുന്നതായിരിക്കും. ദാറ്റ്സ് വൈ നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ട യൂണിറ്റ് വേർഡ് എന്തായിരിക്കും? ഗാമ സാച്ചുറേറ്റഡ് ആണ്, നനഞ്ഞിരിക്കുന്ന സോയിൽ. ആൻഡ് ഡെപ്തും കൂടി മെൻഷൻ ചെയ്യാം. എത്രയാണ് ആ ഡെപ്ത് എന്ന് പറയുന്നത്? ലെറ്റ്സ് സേ ദാറ്റ് ഡെപ്ത് ഈസ് H2 എന്ന് പറയുന്ന ഡെപ്ത് ആണ്. സ്ഥിരം ചോദിക്കാറുള്ളത് ഏതെങ്കിലും ലെവലിൽ, ലെറ്റ്സ് സേ നമുക്ക് 3 എന്ന് പറയുന്ന ഈ ലെവലിൽ എത്രയായിരിക്കും എഫക്റ്റീവ് സ്ട്രെസ് എന്നാണ് അവർ ചോദിക്കുക. എത്രയായിരിക്കും എഫക്റ്റീവ് സ്ട്രെസ് എന്നാണ് ചോദിക്കുക. സിമ്പിൾ അല്ലേ? എന്ത് കണ്ടുപിടിക്കുക? യു ഫൈൻഡ് ഔട്ട് ദ സിഗ്മ at the level 3.3, you find out the pore water pressure at the level 3.3, എന്നിട്ട് സിഗ്മ ഡാഷ് കണ്ടുപിടിക്കുക ബൈ ദ ഇക്വേഷൻ സിഗ്മ മൈനസ് യു. ക്ലിയർ അല്ലേ? ആദ്യം നമുക്ക് ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കാം. at the level 3.3. at the level 3.3 ടോട്ടൽ സ്ട്രെസ് നോക്കിയേ, ഈ പറഞ്ഞ 3.3 എന്ന് പറയുന്ന ലെവലില് സോയിൽ 1ന്റെ എഫക്റ്റും ഉണ്ടാവും, സോയിൽ 2ന്റെ എഫക്റ്റും ഉണ്ടാവൂലേ? എടോ 3.3 എന്ന് പറയുന്ന ഈ ലെവലില് അതിന്റെ മുകളിൽ കാണപ്പെടുന്ന സോയിലിന്റെ കൂമ്പാരങ്ങളല്ലേ കാണുന്നത്. അപ്പൊ സോയിൽ 1നും ഇവിടെ എന്തുണ്ടാവും? ഒരു വെയിറ്റ് അല്ലെങ്കിൽ സ്ട്രെസ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. സോയിൽ 2ഉം ഇവിടെ എന്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും? സ്ട്രെസ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. എത്രയാണ് നമുക്കറിയാം. ഇക്വേഷൻ നമ്മൾ കണ്ടു. സിഗ്മ ഈസ് ഈക്വൽ ടു വാട്ട് എവർ ദ യൂണിറ്റ് വെയിറ്റ് ഇൻടു കറസ്പോണ്ടിങ് ഡെപ്ത് ആണ്. യൂണിറ്റ് വെയിറ്റ് ഇൻടു കറസ്പോണ്ടിങ് എന്താണ്? ഡെപ്ത് ആണ്. അപ്പൊ നോക്കിയേ, ആദ്യം സോയിൽ 1നെ എടുക്കാം. എത്രയാണ്? യെസ്, ഗാമ ഡി ഡ്രൈ ആണ് ഇൻടു കറസ്പോണ്ടിങ് ഡെപ്ത് H1 ആണ്. സോ എന്ത് എഴുതാം? ഗാമ ഡി ഇൻടു H1 എന്ന് എഴുതാം പ്ലസ്. അതേപോലെ തന്നെ രണ്ടാമത്തെ സോയിലും ഇവിടെ എന്ത് ചെയ്യും? പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് എക്സേർട്ട് ചെയ്യും. എത്രയാണ് അതിന്റെ യൂണിറ്റ് വെയിറ്റ്? ഗാമ സാച്ചുറേറ്റഡ് ആണ്. എത്രയാണ് ഡെപ്ത്? H2 ആണ്. അതാണ് ടോട്ടൽ സ്ട്രെസ് ബൈ ദീസ് ടു സോയിൽ ഓൺ ദ ലെവൽ ഏതാണ്? 3.3. ഈ രണ്ട് സോയിലുകളും 3.3 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ലെവലിൽ എന്ത് എക്സേർട്ട് ചെയ്യുന്നു? ടോട്ടൽ സ്ട്രെസ് എക്സേർട്ട് ചെയ്യുന്നു. ഇനി യു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പോർ വാട്ടർ പ്രഷർ ആണ് അല്ലെ? സോയിലിന്റെ വോയിഡുകൾക്കിടയിൽ എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. ആ വാട്ടർ എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്രഷറാണ്. സോ വാട്ടർ ഉള്ള സ്ഥലത്തെ എന്ത് ചെയ്യുള്ളൂ? വാട്ടർ പ്രഷർ എക്സേർട്ട് ചെയ്യുള്ളൂ. വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വെള്ളം എങ്ങനെയാ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്? സോയിൽ 1ൽ നോക്കുമ്പോ അത് കണ്ടാൽ അറിയാം, ഡ്രൈ ആണല്ലേ, ഗാമ ഡി അല്ലേ, അതായത് ഡ്രൈ സോയിലാണ്. ഇവിടെ എന്തില്ല? നോ വാട്ടർ, അതുകൊണ്ടാണല്ലോ ഡ്രൈ ആയത്. സോ 1 എന്ന് പറയുന്ന സോയില് അതിനുള്ളിൽ ഡ്രൈ ആണ്, അതിനുള്ളിൽ വെള്ളമില്ല, വാട്ടർ ഇല്ല, അതുകൊണ്ട് there is no water pressure. എവിടെ മാത്രമേ, ഏത് ഡെപ്തിൽ മാത്രമേ വാട്ടറിന്റെ പ്രസൻസ് ഉള്ളൂ? യെസ്, H2 എന്ന് പറയുന്ന ഡെപ്തിൽ മാത്രമേ വാട്ടറിന്റെ പ്രസൻസ് ഉള്ളൂ. സോ എന്ത് എഴുതിയാൽ മതി? എങ്ങനെയാണ് പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കുന്നത്? ഗാമ W ഇൻറ്റു വാട്ട് എവർ ദ ഡെപ്ത് അറ്റ് വിച്ച് വാട്ടർ ഈസ് പ്രസന്റ്. സോ എന്ത് എഴുതാം? ഗാമ W ഇൻറ്റു H2 അല്ലേ ഉണ്ടാവുക? യെസ്. സോ സിഗ്മ ഡാഷ് എന്തായിരിക്കും? സിഗ്മ ഡാഷ് വിൽ ബി ഈക്വൽ ടു ഗാമ D, yes,
സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു ആണ്. സിഗ്മ എത്രയാണ്? ഗാമ ഡി H1 പ്ലസ് ഗാമ സാച്ച് H2 മൈനസ് യു എത്രയാണ്? മൈനസ് ഗാമ ഡബ്ല്യു H2 ആണ്. H2 കോമൺ ആണ്, അതെടുത്താൽ നമുക്ക് ദാറ്റ് ഈസ് സിഗ്മ ഡാഷ് വിൽ ബി ഈക്വൽ ടു ഗാമ ഡി ഇൻറ്റു H1 പ്ലസ് H2 കോമൺ ആണ്, അതുകൊണ്ട് ഗാമ സാച്ച് മൈനസ് എന്ത് എഴുതാം? ഗാമ ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഹെൻസ് വി കൻ സേ ഗാമ സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ ഡി ഇൻറ്റു H1 പ്ലസ് H2 ഇൻറ്റു എന്താണ്? ഗാമ ഡാഷ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആയി മാറും അല്ലെ. ഗാമ സാച്ച് മൈനസ് ഗാമ ഡബ്ല്യു എന്താണ്? സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഗാമ ഡാഷ് ആണ്. നമുക്കറിയാം പ്രോപ്പർട്ടീസ് തമ്മിലുള്ള റിലേഷൻ ഒക്കെ. ക്ലിയർ അല്ലേ? ഇത്രയും ബേസിക്സ് ആയിട്ടുള്ള സാധാരണ ചോദിക്കാറുള്ളത്. നോക്കിയേ, ഒരിക്കലും അവർ എന്ത് ചെയ്യില്ല, ഇത്തരത്തിൽ ഡയഗ്രാം തന്നുകൊണ്ട് ക്വസ്റ്റ്യൻ തരാറില്ല. അവർ ഡയലോഗിലാണ് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഗ്രൗണ്ട് ലെവലിൽ നിന്നും H1 താഴെ ഡ്രൈ സോയിൽ കാണപ്പെടുന്നു. പിന്നീട് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഏതോ H1 ഡെപ്തിൽ വാട്ടർ ടേബിൾ പ്രസന്റ് ആണ്, അതിന് താഴെ H2 ഡെപ്തിൽ ഇത്ര സോയിൽ കാണപ്പെടുന്നു എന്ന ഡയലോഗാണ് തരിക. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടി നമുക്ക് വളരെ വ്യക്തമാകുന്നതാണ്. നോക്കൂ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത്തരത്തിലാണ് നമുക്ക് ചോദ്യം ഉണ്ടാവുക. ഞാൻ ആവർത്തിക്കുന്നു, ഇങ്ങനെയാണ് ഡയലോഗിൽ ചോദ്യം ഉണ്ടാവുക. നോക്കിയേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എ റിവർ 5 മീറ്റർ ഡീപ്പ് കൺസിസ്റ്റ് ഓഫ് റിവർ എന്ന് പറയുമ്പോൾ റിവർ 5 മീറ്റർ ഡീപ്പ് എന്ന് പറയുമ്പോൾ റിവറിന്റെ വെള്ളമാണ് പറയുന്നത്. ഓക്കെ, റിവറിന്റെ വെള്ളമല്ല എടോ, റിവറിന്റെ ഡെപ്ത് 5 മീറ്റർ എന്ന് പറഞ്ഞാൽ റിവറിൽ വെള്ളമല്ലേ. ഓക്കെ, സോ വെള്ളം എത്ര ഡെപ്തിൽ കാണപ്പെടുന്നുണ്ട്? 5 മീറ്റർ ഡെപ്തിൽ വെള്ളം കാണപ്പെടും. കൺസിസ്റ്റ് ഓഫ് എ സാൻഡ് ബെഡ് യെസ് വിത്ത് സാച്ചുറേറ്റഡ് യൂണിറ്റ് എത്രയാണ്? 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, യെസ്. ഗാമ ഡബ്ല്യു നമുക്കറിയാം, അവർ പറഞ്ഞില്ലെങ്കിലും എത്രയാണ്? 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. വാട്ട് ഈസ് ദ എഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് 5 മീറ്റർ ഫ്രം ദ ടോപ്പ് ഓഫ് ദ സാൻഡ് ബെഡ് ആണ്. സാൻഡ് ബെഡിന്റെ ടോപ്പിൽ നിന്നും ടോപ്പിൽ നിന്നും 5 മീറ്റർ താഴെ. അതായത് ആദ്യം റിവർ വരയ്ക്കുക. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഫിഗർ വരയ്ക്കണേ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫിഗർ വരച്ചിട്ട് ചെയ്യാം, മിസ്റ്റേക്സ് ഉണ്ടാവില്ല. ഓക്കെ, റിവർ വരച്ചേ. ഇതാണ് നിങ്ങളെ റിവർ, ഇതാണ് റിവർ ബെഡ് കാണുന്നത്. റിവർ ബെഡ് ആണിത്. ഓക്കെ, ദിസ് ഈസ് ദ റിവർ ബെഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് റിവർ ബെഡിന് മുകളിൽ നിങ്ങൾക്ക് വെള്ളം കാണാം. ഇത്തരത്തിൽ നമുക്ക് വാട്ടർ അവൈലബിൾ ആണ്. എത്ര ഡെപ്ത് വരെ? യെസ്, ദിസ് മച്ച് ഡെപ്ത് ഈസ് എന്താണ്? 5 മീറ്റർ എന്നാണ് പറയുന്നത്. ഫുള്ള് വാട്ടർ ആണ്. ആൻഡ് വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് എത്രയാണ്? ഗാമ ഡബ്ല്യു ആണ്. ഇതാണ് റിവർ. ഓക്കെ, 5 മീറ്റർ ഡെപ്തിൽ വെള്ളമുണ്ട്. ഓക്കെ, 5 മീറ്റർ ഡെപ്തിൽ വെള്ളമുണ്ട്. എത്രയാണ്? ഗാമ ഡബ്ല്യു ആണ്. ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റീവ് വെർട്ടിക്കൽ സ്ട്രെസ് 5 മീറ്റർ ഫ്രം ദ ടോപ്പ് ഓഫ് ദ സാൻഡ് ബെഡ്. ഇതാണ് സാൻഡ് ബെഡ്, റിവർ ബെഡ്. ഇവിടെ നിന്നും 5 മീറ്റർ താഴെ എത്രയായിരിക്കും? അതായത് ഈ ലെവലിൽ നമുക്കതിനെ എ എന്ന് പേര് കൊടുക്കാം. ആ ലെവലിനെ, അതായത് ഇവിടെ എന്താ ഉള്ളത്? സാൻഡോ സോയിലോ എന്തോ ഒരു സോയിലാ ഉള്ളത്. എന്താണ് ഇപ്പോൾ ഉള്ളത്? സാൻഡാ ഉള്ളത്. തീർച്ചയായിട്ടും ഈ ലെവലിന് മുകളിൽ വാട്ടർ ആയതുകൊണ്ട് ഈ സാൻഡ് മൊത്തം നനഞ്ഞിരിക്കുകയായിരിക്കും. എങ്ങനെയാണ് നനവ്? ഗാമ സാച്ചുറേറ്റഡ് ആയിരിക്കും. എത്രയാണ് ഗാമ സാച്ചുറേറ്റഡ്? 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. വാട്ട് ദേ ആർ ആസ്കിംഗ് ടു ഫൈൻഡ് ഔട്ട്? എഫക്റ്റീവ് സ്ട്രെസ് ആണ്. സിമ്പിൾ അല്ലേ? നോക്കിയേ, ഈ ഡയലോഗിനെ നിങ്ങൾ ഫിഗർ ആക്കി മാറ്റണം. അപ്പോഴേ പരിപാടി നടക്കുള്ളൂ, ഇല്ലേ നടക്കൂല. ഓക്കെ, സോ പറഞ്ഞേ, ആദ്യം സിഗ്മ കണ്ടുപിടിച്ച് സിഗ്മ പറയൂ. അറ്റ് ദിസ് ലെവൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സിഗ്മ? യെസ്, സിഗ്മ ഈസ് ഈക്വൽ എത്ര വരിക ഇവിടെ? യെസ്. എത്രയാണ് സിഗ്മ വരിക? ആദ്യം വാട്ടർ ആണ് വരുന്നത് അല്ലെ. ആദ്യം ഇത്രയും ഡെപ്തിൽ 5 മീറ്ററിൽ വാട്ടർ ആണ്. അതായത് ഗാമ ഡബ്ല്യു ഇൻറ്റു 5 പ്ലസ് പിന്നെ സാൻഡ് ആണ്. അതായത് ഗാമ സാച്ച് ഇൻറ്റു എഗെയിൻ എത്രയാണ്? 5 ആണ്. ഓക്കെ, യെസ്. യു ഈക്വൽ എത്രയാണ് വരുന്നത്? ഡെപ്ത് ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ. ഡെപ്ത് ഓഫ് ദ വാട്ടർ എത്ര ഉണ്ട്? യെസ്, ദർ ഈസ് 5 മീറ്ററിൽ വെള്ളമുണ്ട്. പിന്നെ ഈ 5 മീറ്ററിൽ എന്തുണ്ട്? നനവുണ്ട്. സോ ഗാമ ഡബ്ല്യു 5 പ്ലസ് ഗാമ ഡബ്ല്യു 5 ആണ്. ഇനി ചെയ്തേ എന്താ വരിക? സിഗ്മ ഡാഷ് ഈസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു ആണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. സിഗ്മ മൈനസ് യു. ഇതിൽ സിഗ്മ, ഇവിടെയും ഗാമ ഡബ്ല്യു 5 ഉണ്ട്, ഇവിടെയും ഗാമ ഡബ്ല്യു 5 ഉണ്ട്. സോ ഒരെണ്ണം എന്തായി? ക്യാൻസൽ ആയി. ഓക്കെ, സോ ബാക്കി എന്താ ഉണ്ടാവുക? 5 കോമൺ ആണ്. ഗാമ സാച്ച് മൈനസ് ഗാമ ഡബ്ല്യു എന്നാണ് വരിക. ഗാമ സാച്ച് മൈനസ് ഗാമ ഡബ്ല്യു എന്നാണ് വരിക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ എത്ര വരും? 5 ഇൻറ്റു 20 മൈനസ് 9.8 എന്നാണ് വരിക. 5 ഇൻറ്റു 20 മൈനസ് 9.8 എത്രയാണ് വരുന്നത്? യെസ്, ആ വാല്യൂ എത്രയാണ് വരിക? ഏകദേശം പറയൂ. 5 ഇൻറ്റു 20 മൈനസ് 9.8. വെയിറ്റ് എത്രയാണ് വരുന്നത്? 20 മൈനസ് 9.8 ഇൻറ്റു 5 ഏകദേശം 51 എന്ന് വരും അല്ലെ.
സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 51 എന്നാണ് വാല്യൂ വരിക. ദാറ്റ് ഈസ് എഫക്റ്റീവ് സ്ട്രെസ്, യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ mm². 51 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. കാരണം 20 എന്തായിരുന്നു, ഗാമ സാച്ച് ഈക്വൽ എന്തായിരുന്നു, 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയിരുന്നു. ആൻഡ് ഗാമ ഡബ്ല്യുവിന്റെ വാല്യൂ എത്രയാണ്, 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, അതിനെ 5 മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയി മാറുകയാണ്. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. യെസ്, വി ആർ ഹാവിംഗ് ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഡയലോഗിലായിരിക്കും ആ ഒരു പ്രൊഫൈലിന്റെ സാൻഡിന്റെ ഡെപ്തിന്റെയും സോയിലിന്റെയും വാട്ടറിന്റെയും വിവരശേഖരണങ്ങൾ അവർ തന്നിട്ടുണ്ടാവുക. ഡയലോഗിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ഫിഗർ ആക്കി മാറ്റണം. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്താലേ ശരിയാവുള്ളൂ, ഇല്ലെങ്കിൽ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഡയലോഗുകളൊക്കെ മനസ്സിലാക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നോക്കിയേ, ഈ ഒരു സെഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാം. എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ ചോദിക്കും ഏത് ലെവലിലും. ഓക്കെ അല്ലേ? മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം ബാക്കി പോർഷൻസുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.